അടുത്തതായിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ പറ്റി പഠിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള മാംഗനീസ് ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണിത്. ഈ കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. സോ പ്രിപ്പറേഷൻ മെത്തേഡ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പൈറോലുസൈറ്റിൽ നിന്നാണ്. എന്താണ് പൈറോലുസൈറ്റ്? പൈറോലുസൈറ്റ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MnO2 മാംഗനീസ് ഡയോക്സൈഡ് ആണ്. വെൻ പൈറോലുസൈറ്റ് ഓർ ഈസ് ഫ്യൂസ്ഡ് വിത്ത് ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ലൈക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം മാംഗനേറ്റ് ഈസ് ഫോംഡ്. ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കൂ. പൈറോലുസൈറ്റ് അല്ലെങ്കിൽ MnO2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. റിയാക്ഷൻ നടക്കുന്നത് ഓക്സിജൻ്റെ പ്രസൻസിലാണ്. ഇതുകൂടാതെ പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിലും നമുക്ക് ഈ റിയാക്ഷൻ നടത്താം. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് പൈറോലുസൈറ്റ് അല്ലെങ്കിൽ MnO2 പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് മാറുന്നു. പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല K2MnO4. ഇത് ഗ്രീൻ കളറുള്ള ഒരു സൊല്യൂഷനാണ്. ഈ പൊട്ടാസ്യം മാംഗനേറ്റിൽ നിന്നുമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഇൻ എ ന്യൂട്രൽ ഓർ അസിഡിക് മീഡിയം. ഒരു അസിഡിക് മീഡിയത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ പൊട്ടാസ്യം മാംഗനേറ്റിന് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, പൊട്ടാസ്യം മാംഗനേറ്റിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. ഇങ്ങനെയുള്ള പൊട്ടാസ്യം മാംഗനേറ്റ് H+ അയോണുകളുടെ പ്രസൻസിൽ, അതായത് ഒരു അസിഡിക് മീഡിയത്തിൽ ഡിസ്പ്രപ്പോർഷനേഷന് വിധേയമാവുകയും +6നേക്കാൾ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള +7 ആയിട്ട് മാറി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാകുന്നു. ഇതുകൂടാതെ തന്നെ +6നേക്കാൾ ഓക്സിജൻ സ്റ്റേറ്റ് കുറവുള്ള MnO2ൽ നോക്കൂ, മാംഗനീസിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് +4 ആണ്. MnO2ഉം ഉണ്ടാകുന്നു. ഇതുകൂടാതെ കുറച്ച് വാട്ടർ മോളിക്യൂൾസും പൊട്ടാസ്യം അയോൺസും ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർ സൊല്യൂഷനാണ് എന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഗ്രീൻ കളറായിട്ടുള്ള പൊട്ടാസ്യം മാംഗനേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആവുമ്പോൾ അതിൻ്റെ കളറും വ്യത്യാസപ്പെടുന്നു. ഗ്രീൻ കളർ എന്നുള്ളത് പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറായിട്ട് മാറുന്നു. ഈ ഒരു മെത്തേഡാണ് സാധാരണയായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ലബോറട്ടറികളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മറ്റ് ചില മെത്തേഡ്സ് കൂടെ നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് കൊമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് KMnO4 ആണ്. കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി കൂടുതൽ എമൗണ്ട് KMnO4 ആവശ്യമായിട്ട് വരുമ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്? കൊമേഴ്ഷ്യലി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആൽക്കലൈൻ ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ ഓഫ് MnO2 ഫോളോഡ് ബൈ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? MnO2 അല്ലെങ്കിൽ പൈറോലുസൈറ്റിനെ ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആൽക്കലി ഉപയോഗിച്ചുകൊണ്ട് ഓക്സിഡേഷൻ നടത്തുക. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിനെ വീണ്ടും ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ വഴിയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിട്ട് മാറ്റുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. MnO2 അല്ലെങ്കിൽ പൈറോലുസൈറ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ഒരു ആൽക്കലൈൻ ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ ഓക്സിജൻ്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റോ ഉപയോഗിച്ചുകൊണ്ട് MnO2വിനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് എന്താക്കി മാറ്റുന്നു? മാംഗനേറ്റ് അയോണാക്കി മാറ്റുന്നു. MnO4 ഇത് ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉള്ള മാംഗനേറ്റ് അയോണുകളെ വീണ്ടും ആൽക്കലൈൻ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് പെർമാംഗനേറ്റ് അയോണുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പെർമാംഗനേറ്റ് അയോണുകൾക്ക് ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറാണ് ഉള്ളത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊമേഴ്ഷ്യലി കൂടുതൽ അളവിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്.
ഇതുകൂടാതെ ലാബുകളിൽ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റൊരു മെത്തേഡാണ് ഉപയോഗിക്കുക. ഇവിടെ Mn2+ അയോണുകളിൽ നിന്നുമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പെർമാംഗനേറ്റ് അയോണുകളെ ഉണ്ടാക്കുന്നത്. പെർമാംഗനേറ്റിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് +2ൽ നിന്നും +7 ആക്കി മാറ്റുന്നതെന്ന് നോക്കൂ. Mn2+ അയോൺ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ പെറോക്സോ ഡൈസൾഫേറ്റ്. പെറോക്സോ ഡൈസൾഫേറ്റ് ഉപയോഗിച്ചുകൊണ്ട് Mn2+ അയോണുകളെ ഓക്സിഡേഷൻ നടത്തുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ടാണ് പെർമാംഗനേറ്റ് അല്ലെങ്കിൽ MnO4- ഉണ്ടാകുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത് നല്ല പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള സോളിഡാണ്. ഏകദേശം ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്ന ഡാർക്ക് പർപ്പിൾ കളറായിട്ടുള്ള ഒരു സോളിഡാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്താണ് ഇതിൻ്റെ ഈ കളറിന് കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ ചാർജ് ട്രാൻസ്ഫർ ഫ്രം ഓക്സിജൻ ടു മാംഗനീസ്. KMnO4ലെ ഓക്സിജനിൽ നിന്നും മാംഗനീസിലേക്കുള്ള ചാർജ് ട്രാൻസ്ഫർ ആണ് ഇതിൻ്റെ ഡാർക്ക് കളറിന് കാരണം. മറ്റു ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഡറേറ്റ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഒരുവിധം നന്നായി തന്നെ സോല്യൂബിൾ ആകുന്ന ഒരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്നാൽ ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡീകമ്പോസസ് അറ്റ് 513 Kelvin ആൻഡ് ഓക്സിജൻ ഈസ് ഇവോൾവ്ഡ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഏകദേശം 513 Kelvin ടെമ്പറേച്ചറിലൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യുകയും ഇതിൽ നിന്ന് ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് KMnO4 K2MnO4 ആയിട്ട് മാറുന്നു. പെർമാംഗനേറ്റ് അയോണുകൾ മാംഗനേറ്റ് അയോണായിട്ട് മാറുകയും ചെയ്യുന്നു. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റിൻ്റെ എല്ലാം പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യാൻ സാധ്യതയുള്ള കോമ്പൗണ്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചാൽ പെർമാംഗനേറ്റ് അയോണുകൾ വളരെ വേഗം തന്നെ മാംഗനേറ്റ് അയോണുകളായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സബ്സ്റ്റൻസ് ഡാർക്ക് കളേർഡ് ബോട്ടിലുകളിലാണ് സൂക്ഷിക്കാറുള്ളത്. മാത്രവുമല്ല ഇത് ഹൈ റിയാക്റ്റീവ് ആണ് അല്ലേ? ടെമ്പറേച്ചറിനോടും ലൈറ്റിനോടും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റീവ് ആയതിന് കാരണം ഇതിൻ്റെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ്. ഇതിൽ Mn+7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. ഇത്രയും വ്യത്യസ്ത തരം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ട്രക്ചേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. മാംഗനേറ്റ് അയോണിൻ്റെയും പെർമാംഗനേറ്റ് അയോണിൻ്റെയും. മാംഗനേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ തന്നെ MnO4 എന്ന് ഓർക്കണം. MnO4 MnO4 സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കൂ. മാംഗനീസ് ആറ്റം ഈസ് jointed with 4 oxygen atom and form a tetrahedral structure. ഇവിടെ നിങ്ങൾക്ക് കാണാം മാംഗനീസ് 4 ഓക്സിജൻ ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിട്ടാണ് മാംഗനേറ്റ് അയോൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. MnO4 ആ 2 മൈനസ് ചാർജുകളാണ് ഇവിടെ ഓരോ ഓക്സിജനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാംഗനേറ്റ് അയോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. മാത്രവുമല്ല ഇറ്റ് ഈസ് ഗ്രീൻ കളേർഡ് ക്രിസ്റ്റൽ. കൂടാതെ ഇത് പാരാമാഗ്നറ്റിക്കുമാണ്. അടുത്തതായിട്ട് പെർമാംഗനേറ്റ് അയോൺ. പെർമാംഗനേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കൂ. മാംഗനീസ് 4 ഓക്സിജൻ ആറ്റംസുമായിട്ട് ജോയിൻ ചെയ്ത് ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. MnO4- എന്നതാണ് ഇതിൽ ഫോർമുല. അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ്, അത് വളരെയധികം ശ്രദ്ധിക്കണം. MnO4-. ഇവിടെയും MnO4-നും ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണുള്ളത്. ഈ കോമ്പൗണ്ട് അല്ലെങ്കിൽ പെർമാംഗനേറ്റ് അയോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് പർപ്പിൾ കളേർഡാണ്. ഇത് കൂടാതെ ഇത് ഡയാമാഗ്നറ്റിക് നേച്ചറുമാണ്. ഇവിടെ പെർമാംഗനേറ്റ് അയോണിൽ
ഇവിടെ 3 ഡബിൾ ബോണ്ട് കാണാനായിട്ട് സാധിക്കും. Mn ഡബിൾ ബോണ്ടോ. എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്? ഇവിടെ മാംഗനീസിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസും ഓക്സിജൻ്റെ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റലുകളും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട്സ് സാധ്യമാകുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവയെ ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. KMnO4 can be used as a good oxidizing agent in alkaline, neutral and acidic medium. ആൽക്കലൈൻ മീഡിയത്തിലും ന്യൂട്രൽ മീഡിയത്തിലും അതുപോലെ തന്നെ അസിഡിക് മീഡിയത്തിലും ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കോമ്പൗണ്ടാണ് KMnO4. എന്തുകൊണ്ടാണ് ഇതിനെ അത്തരം എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? ആൽക്കലൈൻ മീഡിയത്തിലും ന്യൂട്രൽ സൊല്യൂഷനിലും അതുപോലെ തന്നെ അസിഡിക് സൊല്യൂഷനിലും KMnO4ന് നെയ്സൻ്റ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാലാണ് ഈ 3 കണ്ടീഷൻസിലും ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് KMnO4 പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓരോന്നിനും ആയിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻ ഒന്ന് കാണാം. KMnO4 ഇൻ ദ പ്രസൻസ് ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ. ന്യൂട്രൽ സൊല്യൂഷനിൽ KMnO4 റിയാക്ഷൻ നടക്കുകയും ഓക്സിജൻ, നെയ്സൻ്റ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആൽക്കലൈൻ മീഡിയത്തിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിലും ഈ റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. അസിഡിക് സൊല്യൂഷനിലും KMnO4 നെയ്സൻ്റ് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യാൻ പ്രാപ്തമാണ്. അതിനാൽ KMnO4നെ ഏറ്റവും നല്ല ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതലായിട്ട് KMnO4 ഉപയോഗിക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. H+ അയോൺ കോൺസെൻട്രേഷൻ കൂടുതലുള്ള അസിഡിക് മീഡിയത്തിലാണ് KMnO4 നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ചില ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഓഫ് അസിഡിഫൈഡ് KMnO4. അസിഡിഫൈഡ് KMnO4 ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ ഇവ ഏതൊക്കെ റിയാക്ഷൻസിലാണ് നല്ല ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ അയഡൈഡ് ടു അയഡിൻ. അയഡൈഡിനെ അയഡിനാക്കി മാറ്റുന്ന കെമിക്കൽ റിയാക്ഷനിൽ KMnO4 ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കൂ. KMnO4 ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ അവ സ്വയം റിഡക്ഷന് വിധേയമാകുന്നു. അസിഡിക് മീഡിയത്തിൽ MnO4- റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് Mn2+ അയോണുകളായിട്ട് മാറുന്നുണ്ട്. ആ ഒരു റിയാക്ഷൻ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. MnO4- + 8H+ + 5 ഇലക്ട്രോൺ ഗീവ്സ് Mn2+ + 4H2O. റിയാക്ഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കെമിക്കൽ റിയാക്ഷനുകൾ പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെ KMnO4ൻ്റെ പ്രസൻസിൽ അയഡൈഡ് അയോണുകൾ അയഡിനായിട്ടാണ് മാറുന്നത്. അതായത് I- ചേഞ്ചസ് ടു I2. ഒന്ന് ആലോചിച്ച് നോക്കൂ. I- അല്ലെങ്കിൽ അയഡൈഡ് I2 ആയിട്ട് അയഡിനായിട്ട് മാറുമ്പോൾ 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ? അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യുകയാണ് ചെയ്യണത്. ഈ 2 റിയാക്ഷൻസും കെമിക്കൽ ഇക്വേഷൻസ് എഴുതുക. എന്നിട്ട് ഈ രണ്ടിലും ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഒന്ന് ചെക്ക് ചെയ്യുക. MnO4- Mn2+ ആയിട്ട് മാറുന്നതിൽ റിയാക്ഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 5 ആണ് അല്ലേ? എന്നാൽ I- I2 ആയിട്ട് മാറുന്നതിലോ അവിടെ 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. ഈ 2 റിയാക്ഷനിലും ഇലക്ട്രോൺസിനെ ഈക്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 2 റിയാക്ഷനിലും ഇലക്ട്രോൺസിനെ ഈക്വലൈസ് ചെയ്യാനായിട്ട് ആദ്യത്തെ റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നെക്സ്റ്റ് റിയാക്ഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ 2 റിയാക്ഷൻസും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെയും റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെയും സെപ്പറേറ്റ് വേണം എഴുതാനായിട്ട്. അപ്പോൾ നോക്കാം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2MnO4- + 16H+ പ്ലസ് ഇവിടെ 10 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും 10 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 10 ഇലക്ട്രോൺസ്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 10 ഇലക്ട്രോൺസ്. സോ ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ടുഗദർ ആൻഡ് ഫോം ദിസ് ഇക്വേഷൻ 2MnO4- + 16H+
plus 10I minus gives 2Mn2 plus 5I2 plus 8H2O. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് അയഡൈഡ് അയോണുകൾ അയഡിനായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ KMnO4ൻ്റെ പ്രസൻസിൽ നടക്കുന്ന മറ്റൊരു ഓക്സിഡേഷൻ റിയാക്ഷനാണ് ഫെറസ് ടു ഫെറിക്. ഫെറസ് അയോണുകളെ ഫെറിക് അയോണുകളാക്കി മാറ്റുന്നു. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. Fe2+ അയോണുകൾ ചേഞ്ചസ് ടു Fe3+ ബൈ ദ ലോസിങ് ഓഫ് 1 ഇലക്ട്രോൺ. ഇവിടെയും രണ്ട് ഇക്വേഷൻസും കൺസിഡർ ചെയ്താൽ MnO4 മൈനസ് Mn2+ ആയിട്ട് മാറുന്ന റിയാക്ഷനിൽ 5 ഇലക്ട്രോണുകളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ Fe2+ അയോണുകൾ Fe3+ ആയിട്ട് മാറുന്നതിൽ 1 ഇലക്ട്രോണാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇക്വേഷനും ഈക്വലൈസ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ വിത്ത് 5. അതിനുശേഷം ഈ 5 ഇലക്ട്രോണുകൾ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ള ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ്റെ ഓവറോൾ റിയാക്ഷൻ ലഭിക്കും. ഓക്സലേറ്റ് അയോണുകളെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്ന കെമിക്കൽ റിയാക്ഷനിലും ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈ ഒരു റിയാക്ഷനിൽ അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടത്തുക. അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് Mn2+ അയോണുകളായിട്ട് മാറുന്നു. കൂടാതെ ഓക്സലേറ്റ് ആനയോൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയും അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് 333 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. ഈ റിയാക്ഷനെ പറ്റി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും MnO4 മൈനസ് Mn2+ അയോൺസ് ആയിട്ട് മാറുന്ന റിയാക്ഷനിൽ 5 ഇലക്ട്രോണുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓക്സലേറ്റ് അയോൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്ന റിയാക്ഷനിൽ 2 ഇലക്ട്രോണുകളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസിൻ്റെയും ഈക്വലൈസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ടോട്ടലി 10 ഇലക്ട്രോൺസ് ആവും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആവും. ഇത്തരത്തിൽ രണ്ട് റിയാക്ഷൻസിനെയും 2 ഹാഫ് റിയാക്ഷൻസിനെയും നമുക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം രണ്ടിനെയും കൂട്ടി എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എഴുതാം. നോക്കൂ, oxalate to carbon dioxide at 333 Kelvin, the reaction can be written as 2MnO4 minus plus 5C2O4 2 minus plus 16H plus gives 2Mn2 plus 10CO2 plus 8H2O. രണ്ട് റിയാക്ഷൻ്റെ ഇക്വേഷനിലും 10 ഇലക്ട്രോൺസ് വീതമായതുകൊണ്ട് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നൈട്രൈറ്റ് അയോണുകളെ നൈട്രേറ്റ് അയോണുകളായിട്ട് മാറ്റുന്നു. അതായത് NO2 മൈനസിനെ NO3 മൈനസ് ആക്കി മാറ്റുന്ന കെമിക്കൽ റിയാക്ഷനിലും ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഇവിടെ NO2 മൈനസ് അയോണുകൾ വാട്ടറിൻ്റെ പ്രസൻസിൽ NO3 മൈനസ് അയോൺസ് ആയിട്ട് മാറുന്നതോടൊപ്പം തന്നെ 2 ഇലക്ട്രോൺസും 2 പ്രോട്ടോണുകളെയുമാണ് ലോസ് ചെയ്യുന്നത്. ഈ രണ്ട് റിയാക്ഷൻസും ചെക്ക് ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഈക്വലൈസ് ചെയ്യുക എന്ന് മനസ്സിലാവും. ആദ്യത്തെ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ 2 ഹാഫ് റിയാക്ഷൻസും ആഡ് ചെയ്ത് ഈ ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ റിയാക്ഷൻസിനെ ടോട്ടൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു 10 ഇലക്ട്രോൺസും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു 10 ഇലക്ട്രോൺസും ഉണ്ട്. അതിന് രണ്ടിനെയും ക്യാൻസൽ ചെയ്ത് കളയണം. പിന്നീട് 2MnO4 മൈനസ് പ്ലസ് 5NO2 മൈനസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഇക്വേഷനിൽ 8H പ്ലസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 10H പ്ലസ് ഉണ്ട്. 8H പ്ലസ് അല്ല, 16H പ്ലസും
ഇവിടെ 10H+. അപ്പോൾ ടോട്ടലി എത്ര വരും? ഇവിടെ 16 - 10. സോ ടോട്ടൽ 6H+. gives 2Mn2+ + 5NO3-. ഇതുകൂടാതെ വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണവും ശ്രദ്ധിക്കണം. ഇവിടെ നോക്കൂ 8H2O ആണ്, ഇവിടെ 5H2O ആണ്. സോ 8 - 5 = 3. ടോട്ടൽ 3H2O. അപ്പം ഇങ്ങനെയാണ് നൈട്രൈറ്റ് അയോണുകളെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗുഡ് ഓക്സിഡൻറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ തന്നെ ഫോർ ദ ബ്ലീച്ചിങ് ഓഫ് കോട്ടൺ, വൂൾ, സിൽക്ക് എന്നിങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും KMnO4 ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ KMnO4 വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നെയാണ്. അടുത്തതായിട്ട് മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഫോർ ദ ഡീകളറൈസേഷൻ ഓഫ് ഓയിൽസ്. ഓയിൽസിൻ്റെ ഡീകളറൈസേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും KMnO4 ഉപയോഗിക്കുന്നു. KMnO4 നല്ല ക്ലെൻസിങ് ആക്ഷനും കൂടി ഉണ്ട്, കാരണം അവയ്ക്ക് നല്ല ഓക്സിഡൈസിങ് പവർ ഉള്ളതുകൊണ്ടാണ്. അതിനാൽ പല സർജിക്കൽ ഇൻസ്ട്രുമെൻസും ക്ലീൻ ചെയ്യുന്നതിന് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാറുണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു കോമ്പൗണ്ട് തന്നെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്.